ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ 25ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 2025 ഡിസംബർ 18 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് കടുകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടെയാണ് യജ്ഞത്തിന് തിരിതെളിഞ്ഞത്. താലപ്പൊലിയുടെയും നാമജപ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭഗവാനെ എഴുന്നള്ളിച്ച് സപ്താഹയജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചതോടെ 8 ദിവസം നീണ്ടുനിൽക്കുന്ന ആത്മീയ സംഗമത്തിന് ഔദ്യോഗികമായ തുടക്കമായി. യജ്ഞാചാര്യൻ ഗുരുവായൂരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണനെ യജ്ഞവേദിയിലേക്ക് ആനയിച്ച ശേഷം വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്രം മേൽശാന്തി പുതുമന ശ്രീ രവി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ഡിസംബർ 25 വരെ നീണ്ടുനിൽക്കുന്ന യജ്ഞത്തിൽ ദിവസവും ഗണപതി ഹോമം, ഭാഗവത പാരായണം, പ്രഭാഷണം, പ്രസാദഊട്ട്, വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 23, 24 തീയതികളിൽ ഭക്തിനിർഭരമായ കലവറ നിറയ്ക്കൽ ചടങ്ങും സമാപന ദിവസമായ 25-ന് സാംസ്കാരിക സദസ്സും മഹാ അന്നദാനവും നടക്കും. ലോകനന്മയും ഭഗവത് കൃപയും ലക്ഷ്യമാക്കി നടത്തുന്ന ഈ സപ്താഹ പുണ്യവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു.